നമ്മുടെ മുടി നാച്ചുറലായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു 6 സാധനങ്ങൾ വെച്ചിട്ടാണ് ഇന്നൊരു ഹെയർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സാധാരണ ഞാൻ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ചെമ്പരത്തിപ്പൂ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഹെയർ സൊല്യൂഷൻ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായി വളർച്ച മുരടിച്ച മുടിവേരുകളിൽ പോലും മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെമ്പരത്തിക്ക് കഴിയും കേട്ടോ. പക്ഷേ ഇന്ന് എനിക്ക് കുറച്ച് പ്രോഡക്റ്റും കൂടെ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പൂവാങ്കുരുന്ന്, ഞവരയില അല്ലെങ്കിൽ പനിക്കൂർക്കയുടെ ഇല. സാധാരണ ഞാൻ പനിക്കൂർക്കയുടെ ഇലയൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഉപയോഗിക്കാത്ത 2 ഐറ്റം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പൂവാങ്കുരുന്ന്, അതുപോലെ തന്നെ കീഴാർനെല്ലി. ഈ ഒരു സാധനം, ഒരു നെല്ലിക്ക പോലത്തെ ഒരു ചെറിയ ചെറിയ സാധനങ്ങൾ ഇതിലുണ്ടല്ലേ, അതുകൊണ്ടായിരിക്കും ഇതിനെ കീഴാർനെല്ലി എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ പൂവാങ്കുരുന്ന് നിറച്ച് പൂക്കളും ഉണ്ട്. ഞാൻ ഇത് തണ്ടോടെയാണ് എടുത്തത്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് നമുക്ക് ഈ ഒരു ഹെയർ സൊല്യൂഷനിലേക്ക് ആവശ്യമായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തുളസി ഇല, കുറച്ച് കറ്റാർ വാഴ, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പണ്ടുള്ള ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് എണ്ണ കാച്ചുന്ന സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന 2 ഐറ്റമാണ് നമ്മുടെ പൂവാങ്കുരുന്നിൻ്റെ ഇലയും അതുപോലെ തന്നെ കീഴാർനെല്ലി. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും കാണത്തില്ല, നമ്മുടെ കീഴാർനെല്ലി അതുപോലെ തന്നെ പൂവാങ്കുരുന്ന്. അപ്പോൾ ഈ ഒരു ഹെയർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കപ്പിന് 1 കപ്പ് കഞ്ഞിവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല തെളിഞ്ഞ കഞ്ഞിവെള്ളമാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തെളിഞ്ഞ കഞ്ഞിവെള്ളമാണെങ്കിൽ നമുക്കിതിനെ ലയിപ്പിച്ചെടുക്കണം കേട്ടോ, അതായത് നേർപ്പിച്ചെടുക്കണം. ഇതേ അളവിൽ തന്നെ കുറച്ച് പച്ചവെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഹെയർ സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പറയുന്നത് പോലെ നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കുറച്ച് സാധനങ്ങൾ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ കാണും. അതൊക്കെ ഉപയോഗിച്ചിട്ട് നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ മുടിയെ വളർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ കഞ്ഞിവെള്ളം നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇത് 1/4 ടീസ്പൂണ് നമ്മുടെ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പൊടിച്ചതുണ്ടെങ്കിൽ പൊടിച്ചത് ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ടുള്ളതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എത്രയാണോ നമ്മൾ ഉലുവ ചേർത്തത് ആ അളവിൽ തന്നെ കുറച്ച് കരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തിളച്ച് വരുന്നതിലേക്ക് നമ്മുടെ ഞവര ഇല ഒന്ന് ഞെരടിയിട്ടിട്ട് കൊടുക്കണം. ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ മുടി വളരാനും അതുപോലെ തന്നെ നരയെ കൺട്രോൾ ചെയ്യാനും നര വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളിത് സ്ഥിരമായിട്ട് ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഈ സാധനങ്ങളെല്ലാം കിട്ടുകയാണെങ്കിൽ, കീഴാർനെല്ലി അതുപോലെ തന്നെ കൈതോന്നി ഇതെല്ലാം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 1 ദിവസം നിങ്ങൾ മറക്കാതെ ഈ ഒരു ഹെയർ സൊല്യൂഷൻ ഉണ്ടാക്കി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തുളസി ഇല ഇട്ട് കൊടുക്കാം. തണ്ടോട് കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കീഴാർനെല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പൂവാങ്കുരുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചതച്ച് ഒതുക്കിയൊന്ന് ഇട്ട് കൊടുക്കാം, അല്ലായെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടാലും മതി. ഇതിലേക്ക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് നമ്മുടെ അലോവേര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 കഷ്ണം ഇടുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ തണ്ടോട് കൂടെ ഇട്ടത് കൊണ്ട് എല്ലാം പൊങ്ങി കിടപ്പുണ്ട്. അതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളത്തിലേക്ക് മുക്കി വെച്ച് കൊടുക്കാവേ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇടുമ്പം തന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. ഇനി ഒരു 2-3 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. എന്താ ഈ ഒരു അവസ്ഥയിലെത്തും. ഇനി നമുക്കിതിനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ സൊല്യൂഷൻ നമുക്ക് അരിച്ചു മാറ്റാവുന്നതാണ്. നമ്മുടെ സൊല്യൂഷൻ ഇവിടെ അരിച്ചു മാറ്റിയിട്ടുണ്ട്. ബാക്കി കൊത്തൊക്കെ അതുപോലെ ഇരിപ്പുണ്ട് കേട്ടോ. ഈ കൊത്ത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി. ഇത് കുളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ തലയിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലവണ്ണം നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഷാംപൂസ് ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ശ്രദ്ധിക്കുക, ഇത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അത് വേറൊന്നുമല്ല, നമ്മൾ ഇതിൽ ഉലുവ ചേർത്തിട്ടുണ്ട്. ഉലുവ ചിലപ്പോൾ നമ്മുടെ സ്കാൽപ്പിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അംശങ്ങൾ, അതായത് പൊടിയൊക്കെ നമ്മുടെ സ്കാൽപ്പിൽ പറ്റിപ്പിടിച്ചിരുന്നിട്ട് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇൻഫെക്ഷൻ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത്. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഹെയർ സൊല്യൂഷൻ ട്രൈ ചെയ്ത് നോക്കണേ.